കേരളത്തിൽ പൊതുവെ കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ അത് കളിപ്പീരായിരിക്കും, അതിനകത്ത് കളിപ്പീരുണ്ടാവും. ജനിക്കുമ്പോൾ തന്നെ അവർ ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്ന അറിയാം. ഇപ്പോൾ A+ ഇല്ലെങ്കിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇല്ല, കഴിഞ്ഞു, ജീവിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ മാറി അടുത്തൊരു സ്റ്റേജാണ് ഇൻഫർമേഷൻ ഏജ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി വന്നു. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറാണ് അല്ലേ. പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങി നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം കഴിവുകളും ആഗ്രഹങ്ങളും ടാലൻറ്റും മുഴുവൻ കളഞ്ഞിട്ട് ബിസിനസ് എന്ന് പറഞ്ഞ വാക്കിനെ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു സ്റ്റേറ്റാണ് കേരളം. ഒരു പക്ഷേ ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റും കാണിയല്ല. അതായത് ബിസിനസ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ പൊതുവെ കച്ചവടം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ എന്താണ് പണ്ട് മുതൽ നമ്മൾ കേട്ടിരിക്കുന്നത്? കച്ചവടം എന്ന് പറഞ്ഞാൽ എന്താണ്? കപടം ഇങ്ങനെയൊക്കെ ആരോ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അത് പറ്റിക്കലാണ് എന്നുള്ളതാണ് ബിസിനസ്സിനെ. മലയാളി ഇന്നും വിശ്വസിക്കുന്നവരുണ്ട്, ഇന്നും അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഇന്നും ബിസിനസ് തുടങ്ങുന്ന വലിയ ബിസിനസ് തുടങ്ങുന്ന ചില ആൾക്കാരുടെ തന്നെ അവർ തന്നെ വിശ്വസിക്കുന്നുണ്ട്. എന്തായാലും അതിനകത്ത് കുറച്ചൊരു പറ്റിക്കൽ ഉണ്ടാവുമല്ലോ. ഈ പറ്റിപ്പിലൂടെ അല്ലേ പൈസ ഉണ്ടാവും. ഒരു നല്ലൊരു വണ്ടി മേടിക്കണമെങ്കിൽ, ഒരു നല്ലൊരു BMW, ബെൻസ് അതുപോലെയൊക്കെ ആരെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളിപ്പീരായിരിക്കും, അതിനകത്ത് കളിപ്പീരുണ്ടാവും, ഇല്ലാതെ പറ്റിയല്ലോ. ഈ ഒരു ആംഗിളിൽ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ചിന്തിക്കുന്ന ഇന്ത്യയിൽ വേറെ സ്റ്റേറ്റും കാണിയല്ല. പൊതുവേ നമ്മൾ മലയാളികൾ, കേരളത്തിലുള്ളവർ പൊതുവെ ഒരു എംപ്ലോയി ഒരു മനസ്ഥിതി ഉള്ളവരാണ്. പൊതുവെ ഒരു കൾച്ചർ അതാണ്. എല്ലാ ആൾക്കാരും എംപ്ലോയ്മെൻറ്റ്, കൂടുതൽ ആൾക്കാരുടെ എംപ്ലോയ്മെൻറ്റ്. പേരൻസൊക്കെയാണ് കുട്ടികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ജോലിക്കാരനാവാനാണ് അല്ലേ. ബിസിനസ്സുകാരാകാൻ എത്ര പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? എവിടെയെങ്കിലും പഠിച്ച് നല്ല വിദ്യാഭ്യാസം മേടിച്ച് എവിടെയെങ്കിലും ജോലി വാങ്ങാനാണ് ഇപ്പോഴും കുട്ടികളെ തയ്യാറാക്കുന്നത്. 10 പേർക്ക് ജോലി കൊടുക്കണമെന്ന് പറയുന്നൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ എത്ര പേര് പറയുന്നുണ്ട് നീ പഠിച്ച് വളർന്ന് നീ ഒരു 10 പേർക്ക് ജോലി കൊടുക്കാൻ അത് ചെറുപ്പത്തിൽ അങ്ങനെ ചിന്തിക്കണമെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്ന എത്ര പേരുണ്ട് പേരൻസിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ ബിസിനസ്സിനെന്ന് പറഞ്ഞാൽ തന്നെ ഏതാണ്ടൊരു തട്ടിപ്പാണ്, കളിപ്പീരാണ്, റിസ്ക്കാണ്, എല്ലാം നെഗറ്റീവായിട്ട് നമ്മുടെ മനസ്സിലതെല്ലാം നെഗറ്റീവായിട്ട് തോന്നുന്ന കുറേ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവർ കമ്പനി വലിയ സൈസ് വലുതാക്കി കാണിക്കുക. ചില ആൾക്കാർ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടൊരു ആ കമ്പനിയുടെ വലിയ, അതായത് ഒരു ഓൺലൈൻ ബിസിനസ് ഒരാൾ തുടങ്ങിയ ഒരാളാണ് കേരളത്തിൽ. വലിയ ലെവലിൽ അത്യാവശ്യം വേറെ ബിസിനസ്സിൽ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം. ഇപ്പോൾ ഓൺലൈൻ്റെ ഒക്കെ ട്രെൻഡാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം ഒരു ഓൺലൈൻ ഒരു മൊബൈൽ ആപ്പൊക്കെ തുടങ്ങി. അതിനെക്കുറിച്ച് അവരാദ്യം തന്നെ ചെയ്തത് 19 ലക്ഷം രൂപ മുടക്കി ആദ്യം ഇതിൻ്റെ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, അത് കഴിഞ്ഞൊരു 50 ലക്ഷം രൂപ ഓഫീസിന് വേണ്ടി മുടക്കി. ആ ഓഫീസിന് വേണ്ടി 50 ലക്ഷം രൂപ മുടക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു ഓൺലൈൻ ബിസിനസ്സിന് ഒരു 50 ലക്ഷം രൂപയുടെ ഓഫീസിൻ്റെ ആവശ്യമില്ലല്ലോ. എന്ന് വെച്ചാൽ വേറെ ഇൻവെസ്റ്ററെ കിട്ടാൻ വേണ്ടി, ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഒരു വലിയൊരു ഓഫീസ് വേണം. അപ്പോൾ ആൾക്കാർ വന്ന് പൈസ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം പല ആൾക്കാരും ഇപ്പോൾ 100 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു, 200 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു എന്നൊക്കെ ദിവസവും വാർത്തകളൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ബിസിനസ്സായിട്ട് കാണിക്കണം, വലിയ ബിസിനസ്സായിട്ട് കാണാൻ വല്ല ജഗപോയുള്ള ഓഫീസ് കാണണം. അപ്പോൾ അവരുടെ തന്നെ വിശ്വാസം ഇതിനകത്ത് കുറച്ച് കളിപ്പീരിൻ്റെ എലമെൻ്റ് ഉണ്ട്, ഇങ്ങനെയൊക്കെ കാണിച്ചാലേ നടക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം മലയാളികൾ പൊതുവേ ബിസിനസ് എന്ന് പറഞ്ഞ വാക്ക് തന്നെ ഒരു അവർഷനുണ്ട്. അതേ സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ മറ്റുള്ള സ്റ്റേറ്റിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, നമ്മൾ ഗുജറാത്തിനെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറയുന്നത്, അവിടെയൊക്കെ എല്ലാ ആൾക്കാരും കൊച്ചു കുട്ടികൾ തന്നെ അവർ ജനിക്കുമ്പോൾ തന്നെ അവർ ബിസിനസ്സാണ് ചെയ്യാൻ പോകുന്ന അറിയാം. അവർ അന്നേരം മുതലേ അതിനുള്ള ശ്രമങ്ങൾ, അതിനകത്ത് ഒത്തിരി നമ്മൾ ലേണിംഗ് ഉണ്ട്. ബിസിനസ്സിലുള്ള പോലെ ഒരു ലേണിങ് വളരെ കുറവാകും. അല്ലെങ്കിൽ സ്പോർട്സിലോ ഗെയിംസിലോ ബിസിനസ്സിലോ ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പഠനങ്ങളുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഇന്നത്തെ കുട്ടികളൊക്കെ ഒരു ചെറിയൊരു പ്രശ്നം വരുമ്പം തന്നെ ഉടനെ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് വളരെ പണ്ടത്തെക്കാൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. കാരണം എന്തായിരിക്കും? ജീവിതത്തിൽ പരാജയം കണ്ടിട്ടില്ല. പരാജയം എന്ന് പറഞ്ഞ സാധനം കാണാതെ വളരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് അവർ ചോക്ലേറ്റ് ബോയ്സ് പോലെ വളർന്നു വരുന്നതാണ്. ഒരു ചെറിയൊരു പ്രശ്നം പോലെ ഒരു ജീവിതത്തിൽ പിന്നെ താങ്ങുകയില്ല. അപ്പം മുഴുവൻ കുട്ടികളെ ചെറുപ്പം മൂലം A+, B+, മറ്റേ മറിച്ച് ഇതാണല്ലോ പഠിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ ജനറേഷൻ ഉണ്ടായിരുന്ന സമയത്ത് ഇതൊന്നുമല്ല പഠിച്ചത്. മറ്റേ ഇപ്പോൾ A+ ഇല്ലെങ്കിൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇല്ല, കഴിഞ്ഞു, ജീവിച്ചിട്ട് കാര്യമില്ല. അല്ല, ഡോക്ടറായാലും ജീവിച്ചിട്ട് കാര്യമില്ലെന്നാണ് പറയുന്നത്. വേറൊന്നും ഈ ലോകത്തില്ലാത്ത പോലെയാണ് പറയുന്നത്. വേറെ ഈ എല്ലാവരും ഡോക്ടറായി കഴിഞ്ഞാൽ ബാക്കി ചികിത്സിക്കാൻ വേറെ വല്ലവരും വേണ്ടേ? എല്ലാവരും ഡോക്ടറാകണമെന്നാണ്. ജനിക്കുമ്പോൾ തന്നെ എല്ലാവരും ഡോക്ടറാക്കാനായിട്ട് അച്ഛനമ്മമാർ ശ്രമിക്കുന്നു. ആ കോമ്പറ്റീഷനകത്ത് ആകെ കൂടി ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഒരു എൻജോയ്മെൻറ്റും ഫണ്ണുള്ളൊരു സമയം എപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ? ചെറുപ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ എൻജോയ്മെൻറ്റ് ഉണ്ടാകുന്നത്. ആ സമയം തന്നെ ഹൈ പ്രഷറിലായി കുട്ടികളൊക്കെ, A+ഉം ഇതിനകത്ത്. അപ്പോൾ കേരളത്തിൽ പൊതുവെ ബിസിനസ്സിനോട്, അതായത് സ്ഥാനത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ പല ആൾക്കാരും കാണുന്നത് അവരൊക്കെ ചെറുപ്പത്തിൽ തന്നെ പല ബിസിനസ്സുകളും, ഒരു കല്യാണ പ്രായമാകുന്ന സമയത്ത് തന്നെ ഒരു പയ്യന് സ്വന്തമായിട്ട് 2-3 ബിസിനസ്സുകളൊക്കെ ഉണ്ടാവും. അതിനകത്ത് ഇഷ്ടംപോലെ വീഴ്ചകളുണ്ടാവും. എഴുന്നേറ്റ് നടന്ന് വീണ്ടും ഫെയിൽ ആവും. കാരണം ചെറുപ്രായത്തിൽ അതിനൊക്കെ പറ്റിയ ടൈമാണ്. വീഴാനും എഴുന്നേറ്റ് നടക്കാനും പരിക്ക് പറ്റാനൊക്കെ പറ്റുന്ന പ്രായമാണ് ചെറുപ്പത്തിൽ. ആ സമയത്തൊക്കെ പല ആൾക്കാരും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടിയാൽ നമ്മൾ ജീവിതം സഫലമായി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ജോലി മോശമാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ ഇനി മുതൽ ഒരുപക്ഷെ അത് പണ്ട് നമ്മുടെ കാരണവന്മാരെല്ലാവരും തന്നെ കൃഷിക്കാരായിരുന്നു അല്ലേ. നമ്മുടെ പൂർവികരെ നോക്കുകയാണെങ്കിൽ
കൃഷിയുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ 10,000 വർഷമായാലും കൃഷി ആൾക്കാർ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ പൂർവികരായിട്ടുണ്ടായിരുന്നവർ പലരും കൃഷിക്കാരായിരുന്നു. അത് കഴിഞ്ഞ് കൃഷിയുടെ കാലം കഴിഞ്ഞ് ഉള്ള ഒരു സ്റ്റേജിനെയാണ് ഇൻഡസ്ട്രിയൽ ഏജ് എന്നാണ് പറയുന്നത്. എന്നാണ് കമ്പനികൾ, ഫാക്ടറികൾ വന്നത് ആ സമയത്താണ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു അവസരമായി മാറിയത്. അതായത് ജോലി കൃഷിക്കാരനാകുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റാറ്റസും വന്നു. ഒരു എംപ്ലോയി ആകുന്നതിന് ഒരു സ്റ്റാറ്റസ് വന്നത് അന്നേരമാണ്. ടാറ്റ, ബിർള അതുപോലത്തെ വലിയ വലിയ ഗ്രൂപ്പുകൾ, കമ്പനികൾ തുടങ്ങി, ഫാക്ടറികൾ തുടങ്ങി. ആ സമയത്താണ് എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നൊരു സംഭവമായിട്ട്, അതിന് കൃഷിയേക്കാളും കൂടുതൽ മാന്യതയും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് ടൗണിൽ പോകാം, ഇങ്ങനത്തെ സംഭവങ്ങൾ വന്നതോടുകൂടി അതിനൊരു വലിയൊരു ബ്രാൻഡിങ് ആയി മാറി. ഒരു ഭയങ്കര ഒരു മാന്യതയുള്ളൊരു സംഭവമായിട്ട് മാറി. അന്ന് ബിസിനസ് തുടങ്ങാൻ എളുപ്പമല്ലായിരുന്നു, അതുപോലെ ക്യാപിറ്റൽ വേണമായിരുന്നു അന്നത്തെ കാലത്ത്. അതൊക്കെ മാറി അടുത്തൊരു സ്റ്റേജാണ് ഇൻഫർമേഷൻ ഏജ് എന്ന് പറഞ്ഞത്. ടെക്നോളജി വന്നു, ഇൻഫർമേഷൻ ഏജായി. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇൻഫർമേഷൻ കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് കയറി. ഇൻഫർമേഷൻ ഏജ് എത്തിയപ്പോൾ തന്നെ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ഇനിയുള്ള കാലത്ത്. എൻ്റർപ്രണർഷിപ്പാണ് ഓപ്പർച്യൂണിറ്റി. എംപ്ലോയ്മെൻറ്റിൻ്റെ ടൈം കഴിഞ്ഞു. പല ആൾക്കാർക്കും ഇന്നും കുട്ടികളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എംപ്ലോയ്മെൻറ്റിനാണ്. ഈ അടുത്ത കാലത്തൊക്കെയാണ് നമ്മുടെ കേരളത്തിലൊക്കെ അല്ല പല സ്കൂളുകളും കോളേജുകളിലൊക്കെ എൻ്റർപ്രണർഷിപ്പിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. ചെറിയ ക്ലാസ്സുകളൊക്കെ ഇവിടെയൊക്കെ എടുത്തു തുടങ്ങി. കുട്ടികളോട് സ്വയം അവനവൻ്റെ തൊഴിൽ മേഖലകൾ ഇനി അവനവൻ തന്നെ കണ്ടെത്തുകയും ഡെവലപ്പ് ചെയ്യുകയും ചെയ്താൽ സാധ്യതകൾ വളരെ വലുതുമാണ്. അപ്പോൾ ഇതാണ് ഇന്ന്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഇനിയുള്ള കാലത്ത് നമ്മൾ കുട്ടികളോടാണെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന ഭാഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ നമ്മളെ അറിയാതെ നമ്മളെ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറാണ് അല്ലേ. പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങി നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം സോഫ്റ്റ്വെയർ ചെയ്യണം. മേടിച്ചുകൊണ്ട് വന്നാൽ അതെവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, സോഫ്റ്റ്വെയർ ചെയ്യണം. ഇതുപോലെ തന്നെ കുട്ടികളെ സോഫ്റ്റ്വെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ലാംഗ്വേജാണ്. നമ്മൾ സ്കൂളിലേക്കും കോളേജിലേക്കൊക്കെ വിട്ടാൽ കുറച്ച് സമയം അവരോടുള്ളൂ. വീട്ടിലെ ലാംഗ്വേജാണ് ഒരു കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ. അപ്പോൾ ആ വീട്ടിൽ നമ്മൾ സംസാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടാണ് കുട്ടികളുടെ ചിന്തകൾ ഉണ്ടാകുന്നതിലൊക്കെ. അത് ഉയർന്ന ചിന്ത ഉണ്ടാകുകയും നമ്മൾ നമ്മുടേതായ ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കണം. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ സാധിക്കണം. അത് ബിസിനസ്സിലായിരിക്കണം എന്നില്ല, കലാരംഗത്തായിരിക്കാം. പല കഴിവുകളുള്ള ആൾക്കാർ. ഈ കഴിവുകളൊക്കെ പലപ്പോഴും നമ്മുടെ ഒരു ജീവിക്കാനുള്ള ഒരു ഇൻകം എന്നുള്ളൊരു ഒറ്റ പോയിന്റിൽ വരുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പലരും സാക്രിഫൈസ് ചെയ്യുകയാണ് പലപ്പോഴും. നമ്മുടെ കഴിവുകളും ആഗ്രഹങ്ങളും ടാലൻറ്റും മുഴുവൻ കളഞ്ഞിട്ട് ജീവിക്കുക എന്നുള്ള ലെവലിലേക്ക് വളരെ ചുരുങ്ങിയാണ് പല ആൾക്കാരും ചിന്തിക്കുന്നത്.